ഇന്തോനേഷ്യയിൽ നിന്ന് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. 271 പേരുമായി പോയ ഇന്തോനേഷ്യൻ ബോട്ടിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ഒരു വലിയ സമുദ്ര ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 271 പേരുമായി പോയ ഒരു ഫെറി കടലിൽ പെട്ടെന്ന് തീപിടിച്ചു. ഈ അപകടത്തിൽ 5 പേർ വെന്തുമരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 41 പേരെ അവർ കടലിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ബോട്ടിൽ വെന്തുമരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളുമില്ല. കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ നടത്തിയ രക്ഷാപ്രവർത്തകർ ഈ കാര്യങ്ങളിൽ ഊർജ്ജമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇന്തോനേഷ്യൻ സർക്കാർ പറയുന്നത്. നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസി ബസാർനാസ് അവരുടെ റിപ്പോർട്ട് പ്രകാരം ഇന്തോനേഷ്യയിലെ കിഴക്കൻ ജാവയിലെ രണ്ടാമത്തെ വലിയ നഗരമായിട്ടുള്ള സുരബായയിൽ നിന്ന് തെക്കൻ സുലവേസിയിലെ മക്കാസറിലേക്ക് കപ്പൽ പോകുകയായിരുന്നുവെന്ന് ക്യാപ്റ്റൻ റിപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഫെറിയിൽ 271 പേരുണ്ടായിരുന്നു. 225 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സുരബായ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓഫീസ് മേധാവി നാനാങ് സിഗിറ്റ് പറയുന്നതനുസരിച്ച് സമീപത്തുള്ള നിരവധി കപ്പലുകൾ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. KMP മുതിയാര സെൻഡോസ 2വിൽ നിന്ന് ചാടിയ യാത്രക്കാരെ രക്ഷിക്കാൻ TB ഹസ്നൂർ 26 ബ്രിട്ടീഷ് മെൻഡർ എന്നീ കപ്പലുകൾ സഹായത്തിനുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ 4 കപ്പലുകൾ ഫെറിയെ അനുഗമിക്കുന്നുമുണ്ട്. കൂടാതെ SAR 249 പെർമാഡി എന്ന സെർച്ച് ആൻഡ് റെസ്ക്യൂ കപ്പലും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് എത്തിച്ചേരാൻ ഏകദേശം 6 മണിക്കൂർ എടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.